നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ അറിയാം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ രേഖകൾ കൈമാറിയത് CBI ഇടപെടലിന് ശേഷം. തിരുവനന്തപുരം CBI യൂണിറ്റിന്റെ കത്ത് മതിയായ രേഖകൾ കിട്ടിയില്ലെന്ന് കാണിച്ച് പ്രത്യേക സെൽ DYSP ഡൽഹിക്ക് പോയത് CBIയുടെ കത്തിന് പിന്നാലെ. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണത്തിന് ഇനി 3 നാൾ. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും പാലക്കാട് A വിജയരാഘവനും പത്രിക നൽകി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആനി രാജയും നാളെ പത്രിക നൽകും. കരുവന്നൂരിൽ CPM-നെ വിടാതെ ED. കൂടുതൽ നേതാക്കൾക്ക് നോട്ടീസ് അയച്ചേക്കും. തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി കോൺഗ്രസും BJP-യും. തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് MM വർഗീസ്. കോൺഗ്രസിനെ കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ BJP-ക്കൊപ്പം കോൺഗ്രസുമുണ്ടെന്ന് വിമർശനം. ബോണ്ട് വഴി കിട്ടിയ പണം വേണ്ടെന്ന് വെച്ചോ എന്നും പിണറായി വിജയൻ. കടമെടുപ്പിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് അടി വാങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ്. ധനപ്രതിസന്ധിക്ക് കാരണം തോമസ് ഐസക്കിന്റെ കെടുകാര്യസ്ഥത. കേരളത്തെ മുടിഞ്ഞ തറവാടാക്കിയെന്നും VD സതീശൻ. IPL-ൽ ഇന്ന് ബംഗളൂരു ലക്നൌ പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി നോക്കാം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ രേഖകൾ കൈമാറിയത് CBI ഇടപെടലിന് ശേഷം. തിരുവനന്തപുരം CBI യൂണിറ്റിന്റെ കത്ത് മതിയായ രേഖകൾ കിട്ടിയില്ലെന്ന് കാണിച്ചതും റിപ്പോർട്ട്. CBI അയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നു. ലോറൻസ്, CBI ഇടപെടൽ നടത്തിയ ശേഷമാണ് രേഖകൾ